നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇഡിയുടെ അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള പിണറായി വിജയന്റെയും വീണ വിജയന്റെയും അവസാനത്തെ അടവും പൊളിഞ്ഞു. ഇന്ന് അല്പസമയം മുമ്പാണ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇഡി അന്വേഷണം തുടരാം എന്ന ഹൈക്കോടതിയുടെ തന്നെ സിംഗിൾ ബെഞ്ചിന്റെ വിധിക്കെതിരെ നൽകിയ അപ്പീൽ, ആ അപ്പീലിന്മേൽ എത്രയും വേഗം ഇഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്ന വാദം ഹൈക്കോടതി തള്ളിക്കളഞ്ഞത്. സ്റ്റേ ഹൈക്കോടതി അനുവദിച്ചില്ല. അതുകൊണ്ട് തന്നെ ഇഡിക്ക് അന്വേഷണം തുടരാം. എന്നാൽ ഈ ഒരു വാദത്തിനിടയിൽ അല്ലെങ്കിൽ നിർണായകമായ വാദങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ ഉണ്ടായത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ്, അതായത് കൃത്യമായി പറഞ്ഞാൽ ഈ കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് ഇഡി അന്വേഷണം വീണ വിജയനെതിരെയും അല്ലെങ്കിൽ എക്സാലോജിക് കേസിൽ ഇഡിയുടെ അന്വേഷണം തുടരാം, അതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല, നിയമപ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയുടെ ഒരു വിധി വന്നത്. 2024 ഇഡി ഈ കേസിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ കേസിൽ ECIR രജിസ്റ്റർ ചെയ്തത്. 2 വർഷം വരെ നീണ്ട നിയമ പോരാട്ടങ്ങൾ ഇഡിയെ കൂടുതൽ നടപടിയിലേക്ക് കടക്കുന്നതിൽ നിന്ന് തടഞ്ഞു. എന്നാൽ കഴിഞ്ഞ ആഴ്ച വന്ന ഈ വിധി, സുപ്രധാനമായ ഹൈക്കോടതി വിധിയോടുകൂടി ഇഡിക്ക് ഈ കേസിൽ അന്വേഷണം പുനരാരംഭിക്കാനുള്ള തടസ്സങ്ങളെല്ലാം നീക്കി നൽകുകയായിരുന്നു. എന്നാൽ CMRLന്റെ ഹർജിയിന്മേലാണ് ഈ ഒരു വിധി ഉണ്ടായിരിക്കുന്നത്. CMRL തന്നെ ആ വിധിക്കെതിരെ, ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് വിധിക്കെതിരെ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ സമർപ്പിച്ചിരുന്നു. ആ അപ്പീലാണ് ഇന്ന് ഹൈക്കോടതി വാദം കേൾക്കുകയും സ്റ്റേ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. ഇഡിയുടെ അന്വേഷണം ശരിയല്ല, നിയമവിരുദ്ധമായ മാർഗത്തിലൂടെയാണ് ഇഡി അന്വേഷണം പോകുന്നത്. ഇങ്ങനെയൊരു അന്വേഷണം, അതിൻ്റെ SFIO അന്വേഷണം നടക്കുകയാണ്. മാത്രമല്ല, ഈ ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. അവിടെ സെറ്റിലായിട്ടുള്ള അല്ലെങ്കിൽ അവിടെ തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ഒരു വിഷയമാണ് ഇത്. വീണ്ടും ഇഡിക്ക് അന്വേഷിക്കാനുള്ള അധികാരമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് CMRL ഹർജി നൽകിയിരുന്നത്. ആ ഹർജിയിൽ CMRL ഉന്നയിച്ച ആരോപണങ്ങൾ അല്ലെങ്കിൽ വാദങ്ങളെല്ലാം തള്ളിക്കൊണ്ടാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച ഹൈക്കോടതിയുടെ വിധി വന്നത്. എന്നാൽ ഈ ഇഡിയുടെ അന്വേഷണം വീണ്ടും തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി അപ്പീൽ സമർപ്പിക്കുകയായിരുന്നു CMRLന്റെ ഈ അപ്പീലാണ് വീണ്ടും ഇപ്പോൾ ഹൈക്കോടതി പരിഗണിക്കുകയും സ്റ്റേ അനുവദിക്കാതിരിക്കുകയും ചെയ്തത്. അടിയന്തരമായി ഇഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നായിരുന്നു CMRLന്റെ ആവശ്യം. ഈ വാദത്തിനിടെ, ഹൈക്കോടതിയിൽ നടന്ന വാദത്തിനിടെ ഇഡിക്ക് ശക്തമായ പിടിവള്ളി കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന റെയ്ഡുകളും ആ റെയ്ഡിനെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങളും റെയ്ഡിൽ നിന്ന് ലഭിച്ച രേഖകളും തന്നെയായിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ്, അതായത് ചൊവ്വാഴ്ച ഹൈക്കോടതി വിധി വരുന്നു. ബുധനാഴ്ച തന്നെ ഇഡിയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ ഒരേ സമയം 12 കേന്ദ്രങ്ങളിൽ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണം അല്ലെങ്കിൽ പരിശോധന നടത്തി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി, അദ്ദേഹത്തിന്റെ മരുമകനും പ്രതിയായിട്ടുള്ള വീണ വിജയന്റെ ഭർത്താവുമായ മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ കുടുംബ വീട് അടക്കം 12 ഇടങ്ങളിലാണ് റെയ്ഡ് നടന്നത്. ഈ റെയ്ഡുകളിൽ നിന്ന് ഒട്ടനവധി രേഖകളും നിക്ഷേപവുമായി ബന്ധപ്പെട്ട തെളിവുകളും അതോടൊപ്പം തന്നെ ഡിജിറ്റൽ ഉപകരണങ്ങളും എല്ലാം പിടിച്ചെടുത്തിരുന്നു. വീണ വിജയന്റെ മൊബൈൽ ഫോൺ അടക്കമുള്ള ഡിജിറ്റൽ ഗാഡ്ജറ്റുകളാണ് അന്ന് ഈ റെയ്ഡിൽ പിടിച്ചെടുത്തത്. അതിൽ നിന്നൊക്കെ പ്രാഥമികമായി നടത്തിയ പരിശോധനയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചു എന്ന് നേരത്തെ തന്നെ ഇഡി പറഞ്ഞിരുന്നതാണ്. ഈ തെളിവുകളാണ് വാദത്തിനിടെ ഇന്ന് ഹൈക്കോടതിയിൽ ഇഡി എടുത്തു നിരത്തിയത്. അതായത് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ വസതികളിൽ നടത്തിയ റെയ്ഡുകളിൽ അന്വേഷണത്തിന് വളരെ സഹായകരമാകുന്ന തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും ആ തെളിവുകളിന്മേൽ കൂടുതൽ അന്വേഷണം നടത്തണം എന്നുമാണ് ഇഡി ഹൈക്കോടതിയിൽ വാദിച്ചത്. മാത്രമല്ല, റെയ്ഡിന് ശേഷമുണ്ടായ അനിഷ്ട സംഭവങ്ങൾ അത് പ്രതികളുടെ രാഷ്ട്രീയ സ്വാധീനം കാണിക്കുന്നതാണ്. ആ റെയ്ഡ് കഴിഞ്ഞ് ഇഡി ഉദ്യോഗസ്ഥർ മടങ്ങുമ്പോൾ പിണറായി വിജയന്റെ വീടിന് മുന്നിൽ തടിച്ചുകൂടിയ CPM പ്രവർത്തകരും ഗുണ്ടകളും ഇഡി സംഘത്തെ ആക്രമിക്കുന്നതും ആ വാഹനം ആക്രമിച്ച് തകർക്കുന്നതുമെല്ലാം നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ആക്രമണത്തിന്റെ കാര്യം അടക്കം എടുത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സ്റ്റേ അനുവദിക്കരുത് എന്ന ഒരു വാദം ഇഡി നിരത്തിയത്. അതുകൊണ്ട് തന്നെ കോടതി ഇക്കാര്യത്തിൽ സ്റ്റേ അനുവദിച്ചില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ കേസിൽ അന്വേഷണം തുടരാം എന്ന് തീർപ്പ് കൽപ്പിക്കുകയായിരുന്നു ഇന്ന്. അതോടുകൂടി മറ്റൊരു ശ്രമം, ഇഡിയെ തടുത്തു നിർത്താനുള്ള മറ്റൊരു ശ്രമം കൂടി പൊളിഞ്ഞിരിക്കുകയാണ്. ഇത്തരത്തിൽ നിരവധി ശ്രമങ്ങൾ ഇതിനു മുമ്പ് നടത്തിയിട്ടുണ്ട്. എക്സാലോജിക്കും അതുപോലെ തന്നെ CMRLും ചേർന്ന് ദില്ലി ഹൈക്കോടതിയിലും അതോടൊപ്പം തന്നെ കേരള ഹൈക്കോടതിയിലുമെല്ലാം
അന്വേഷണത്തിനെതിരെ നിരവധി ഹർജികൾ ഇവർ കൊടുത്തിരുന്നു. ഈ ഹർജികളിലെല്ലാം തീർച്ചയായും വിധി ഇവർക്ക് അനുകൂലമായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ നടന്ന ഹർജിയിലും CMRLനും വീണ വിജയനും തിരിച്ചടി നേരിട്ടിരിക്കുന്നു. ED അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്നാണ് ഇത് നൽകുന്ന സൂചന. EDയെ തടഞ്ഞു നിർത്താനുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടിരിക്കുന്നു. CMRL എന്ന് പറയുന്ന ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൽ സർക്കാരിന് പോലും ഓഹരിയുള്ള സ്ഥാപനമാണ്. മാത്രമല്ല ദുരൂഹ ഇടപാടുകൾ കൊണ്ട് നേരത്തെയും വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള ഒരു കമ്പനിയാണത്. കരിമണൽ ഖനനം, ഈ കമ്പനി നടത്തുന്ന കരിമണൽ ഖനനത്തിൽ തന്നെ വലിയ തട്ടിപ്പും അഴിമതിയും ഉണ്ട് എന്ന ആരോപണം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നിന്നും മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ പേരിലുള്ള ഒരു ഷെൽ കമ്പനിയുടെ സ്വഭാവമുള്ള എക്സാലോജിക് എന്ന് പറയുന്ന മറ്റൊരു കമ്പനിയിലേക്ക് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നു. മാത്രമല്ല വീണ വിജയന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും CMRLൽ നിന്നും CMRLന്റെ സഹോദര കമ്പനികളിൽ നിന്നുമൊക്കെ ഫണ്ട് ട്രാൻസ്ഫർ നടന്നിരിക്കുന്നു. ഇത് അസ്വാഭാവികമാണ്, ഇത് കൈക്കൂലിയാണ്, അഴിമതിയാണ് എന്നാണ് ആദ്യം ഈ ആദായ നികുതി വകുപ്പിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയത്. ഈ കണ്ടെത്തലിനെ തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഈ കേസിൽ ഉണ്ടാവുകയും SFIO അന്വേഷണത്തിൽ നിർണായകമായ തെളിവുകളും മറ്റും ലഭിക്കുകയും ചെയ്തിരുന്നു. SFIOയുടെ റിപ്പോർട്ടിൽ ഞെട്ടിക്കുന്ന പല വിവരങ്ങളുമാണ് ഉള്ളത്. അതിൽ വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിയും അതോടൊപ്പം തന്നെ CMRL എന്ന കമ്പനിയും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അത് വൻ അഴിമതിയാണെന്നും കള്ളപ്പണമാണ് എന്നും തെളിഞ്ഞിരുന്നു. അതിനുശേഷമാണ് കള്ളപ്പണത്തെക്കുറിച്ചുള്ള അന്വേഷണത്തിന് ഉത്തരവാദപ്പെട്ട ഏജൻസിയായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ഇടപെടുന്നത്. 2024 എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിൽ ECIR FIRന് സമാനമായ ECIR രജിസ്റ്റർ ചെയ്തിരുന്നു. അതിനുശേഷമുള്ള അന്വേഷണമാണ് ഇപ്പോൾ പിണറായി വിജയന്റെയും അതുപോലെ തന്നെ വീണ വിജയനുമായി ബന്ധപ്പെട്ട മറ്റു പല സ്ഥലങ്ങളിലും റെയ്ഡ് നടത്തുന്നതിലേക്ക് പോയത്. ആ റെയ്ഡിൽ വിശദമായ അല്ലെങ്കിൽ വളരെ വ്യക്തമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന് ED അവകാശപ്പെടുന്നു. കൂടുതൽ അന്വേഷണം നടത്തേണ്ടത് ആവശ്യമാണ്. വീണ വിജയനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യേണ്ടതുണ്ട്. ഒരുപക്ഷെ കസ്റ്റഡിയിലെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകും. മാത്രമല്ല വീണ വിജയന്റെ ലോക്കറുകളടക്കം പരിശോധിക്കാനുള്ള മാർഗങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള നടപടികൾ നേരത്തെ തന്നെ ED എടുത്തിരുന്നതാണ്. അതായത് വീണ വിജയൻ കൂടുതൽ കുരുക്കിലേക്ക് പോകുന്നു. രാഷ്ട്രീയമായി ഈ കേസിനെ നേരിടാനുള്ള CPMന്റെ തന്ത്രങ്ങൾ പാളുന്നു. ആ തന്ത്രങ്ങൾക്കിടയിൽ നടന്ന അക്രമം CPMനും അതുപോലെ തന്നെ വീണ വിജയനും തിരിച്ചടിയാകുന്ന കാഴ്ച. ആ അക്രമം നടന്നിരുന്നില്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ ഒരു അപ്പീലിന്മേൽ സ്റ്റേ ലഭിക്കുമായിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ ആ അക്രമം നടന്നിരിക്കുന്നു. വീണ വിജയന്റെ നിയമോപദേശം നൽകുന്ന സംഘങ്ങൾ തന്നെ ഈ ഒരു പാർട്ടിയുടെ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ നടത്തിയ അക്രമത്തിൽ അസംതൃപ്തരാണ്. ഇപ്പോഴിതാ കോടതിയും ഈ കേസിൽ കൃത്യമായ നിലപാട് സ്വീകരിക്കുന്നു. സ്റ്റേ ഒന്നും നൽകാൻ കഴിയില്ല. അന്വേഷണവുമായി EDക്ക് മുന്നോട്ട് പോകാം. അന്വേഷണം നടക്കട്ടെ, വിചാരണ നടക്കട്ടെ. നിരപരാധിയാണ് എങ്കിൽ EDക്ക് രേഖകൾ സമർപ്പിക്കാം എന്നാണ് ഇപ്പോൾ ഈ കോടതി പറഞ്ഞിരിക്കുന്നത്. ഇല്ലാതെ സ്റ്റേ അനുവദിക്കുന്ന പ്രശ്നമില്ല. കേന്ദ്ര ഏജൻസികളാണ് ഇക്കാര്യത്തിൽ അന്വേഷണം നടത്തുന്നത്. ഗുരുതരമായ കുറ്റകൃത്യമാണ് ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്ക് നേരെ പോലും ആക്രമണമുണ്ടായ കേസാണ്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയുള്ള സമീപനം സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഹൈക്കോടതി നേരിട്ട് ഇന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് പിണറായി വിജയനും അതുപോലെ തന്നെ വീണ വിജയനും തിരിച്ചടിയാവുകയാണ്. എക്സാലോജിക്കിന്റെ ഹർജിയിലാണ് തിരിച്ചടി സംഭവിച്ചത് എങ്കിൽ പോലും അന്തിമമായി വീണ വിജയന് തിരിച്ചടിയാകുന്ന കാര്യമാണ്. വീണ വിജയൻ ജയിലിലേക്ക് എന്ന് തന്നെയാണ് ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ സാധിക്കുക.